ഞാനൊരു ലുങ്കിയും ഒരു ഷർട്ടും ഇട്ടിട്ട് പോകുമ്പോ ആൾക്കാർ ഏതോ ഹൈദരാബാദി ശ്രദ്ധ. അതേ ഞാനിപ്പോ ഭയങ്കര ഡ്രസ്സും ഇട്ട് ഭയങ്കര ഇതിന്റെ ടീഷർട്ടും ബെൽമെനൊക്കെ ഇട്ട് ഒരു പൊങ്ങനെ പോലെ നടക്കുമ്പോ ആൾക്കാർ കാരണം അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതൊക്കെ അവരുടെ ചോയ്സ് ആണ്, മനസ്സിലായില്ലേ? വസ്ത്ര സ്വാതന്ത്ര്യം ആൾക്കാരുടെ ചോയ്സ് ആണ്. ഞാൻ പ്രത്യേകിച്ച് ആണുങ്ങളുടെ കേസിൽ വലിയ ബ്രാൻഡഡ് ഷർട്ടും ഇടുന്ന സാധനം ഇപ്പൊ ചില ബിസിനസ്സുകാരൊക്കെ ഉണ്ട് ദുബായിലൊക്കെ. അപ്പൊ ചില ആൾക്കാർ എൽവിയുടെ ബെൽറ്റ് മറ്റേത് ഷൂസ് ഒക്കെ ഇട്ടിട്ട് പോകുന്ന കാണുന്ന സമയത്ത് അവർ പറയും അവിടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്യും. ഗ്ലോബൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു സ്റ്റാർ ഓക്കെ, അവർ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടാലും, രജനീകാന്ത് വളരെ സിമ്പിൾ ആയിട്ട് ഡ്രസ് ഇട്ട് വരുന്ന ആളാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന പ്രണവ് വളരെ സിമ്പിൾ ആയിട്ട്, പ്രണവ് എന്തിട്ടാലും നമുക്ക് പ്രണവാണ്, രജനിയാണ്. ഇപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ചില നടന്മാര് അല്ല, ഒരിക്കലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് അത് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തിന് അതിനുശേഷം എന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളോട് എന്ന് വെച്ചാൽ ഈ വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ, ഫോണുകള്, വാച്ചുകള്, പിന്നെ ബാഗുകള്, ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്തരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് തന്നെ നമുക്കൊരു അതൊക്കെ അൾട്ടിമേറ്റ്ലി അവരുടെ ഇഷ്ടം, അവരുടെ ചോയ്സിനപ്പുറം നമുക്ക് അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു കോമാളി അല്ലെങ്കിൽ ഈ രണ്ട് ബെൽറ്റും ഈ ഒരു കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ.